വളരെ സങ്കീർണമായ യന്ത്രസാമഗ്രികൾക്ക് സിലിക്കണിൽ വൈറസിൻ്റെ വീതിയേക്കാൾ ചെറിയ പാറ്റേണുകൾ കൊത്തിയുണ്ടാക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രോസസ്സറുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നത്രയും ചെറിയ പാറ്റേണുകൾ. ഈ യന്ത്രം നിർമ്മിക്കാൻ ആവശ്യമായ അറിവും സാങ്കേതിക വൈദഗ്ധ്യവും ലോകത്ത് ഒരേ ഒരു കമ്പനിക്ക് മാത്രമാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ആയിരക്കണക്കിന് ആളുകളുടെ വർഷങ്ങളുടെ പ്രയത്നവും $150 മില്യൺ ചിലവും ഓരോ യൂണിറ്റിനും വേണ്ടി വരുന്ന ഒരു സങ്കീർണമായ എഞ്ചിനീയറിംഗ് മാർവൽ. ഇതൊരു സയൻസ് ഫിക്ഷൻ അല്ല. അർദ്ധചാലകം അഥവാ സെമി കണ്ടക്ടർ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും അതുവഴി ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കമ്പനികളിൽ ഒന്നായി മാറുകയും ചെയ്ത ഡച്ച് സാങ്കേതിക വിദ്യാ കമ്പനിയായ ASMLൻ്റെ കഥയാണിത്. ASML അഥവാ അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലിത്തോഗ്രഫി. അധികകാലം മുമ്പല്ല അർദ്ധചാലക വ്യവസായം ഒരു പരിഹരിക്കാനാവാത്ത പ്രശ്നം നേരിട്ടു. എന്തെന്നാൽ 2000കളുടെ തുടക്കത്തിൽ എന്തോ ഒരു കുഴപ്പം സംഭവിക്കുകയാണ്. ട്രാൻസിസ്റ്ററുകൾ ചെറുതാക്കാൻ സ്ഥലമില്ലെന്ന് എഞ്ചിനീയർമാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ ശ്രമിക്കുന്നില്ല എന്നല്ല, ശാസ്ത്രത്തിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും അതിരുകൾ ഭേദിക്കാൻ അവർ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. പക്ഷേ അവർ ഭൗതികപരമായിട്ടുള്ള ചില പരിമിതികളിലാണ് എത്തിച്ചേർന്നിരുന്നത്. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണത്തിനും സാങ്കേതിക വിദ്യകൾക്കും അടുത്ത തലമുറ ചിപ്പുകൾക്കായി വേണ്ടത്ര ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രശ്നം. ചെറിയ ട്രാൻസിസ്റ്ററുകൾ ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടറുകളും ഫോണുകളും നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ എത്തുന്നില്ല എന്നൊരു പ്രശ്നമാണ് അന്നുണ്ടായത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ 15 വർഷം മുമ്പത്തെ പോലെ മന്ദഗതിയിലുള്ളതും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായി തുടർന്നാൽ എങ്ങനെയിരിക്കും? അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെയാണ് നമ്മൾ അക്കാലത്ത് നേരിട്ടത്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഒരു വഴിത്തിരിവ് ആവശ്യമായിരുന്നു. എന്തെങ്കിലും ഒരു പുതിയ കണ്ടെത്തൽ അതിന് അത്യാവശ്യമായിരുന്നു. മൂർസ് ലോ എന്നൊരു നിയമമുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകൾ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇരട്ടി എണ്ണം ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് മൂർസ് ലോ പറയുന്നത്. എന്നാൽ ഒരുപാട് ട്രാൻസിസ്റ്ററുകളെ ചെറിയ ചിപ്പുകൾക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ട്രാൻസിസ്റ്ററുകൾ വളരെ ചെറുതാക്കേണ്ടി വരികയും അത് ചിപ്പുകൾക്കകത്തേക്ക് കയറ്റാൻ കഴിയാത്ത രീതിയിലാവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചത്. ഈ വെല്ലുവിളിയുടെ കാതൽ ലിത്തോഗ്രഫി എന്നൊരു പ്രക്രിയയായിരുന്നു. ഇതൊരു സ്റ്റെൻസിലും വെളിച്ചവും ഉപയോഗിച്ച് സിലിക്കൺ ചിപ്പിൽ രൂപങ്ങൾ കൊത്തിയെടുക്കുന്നതിന് തുല്യമാണ്. അതിനെ ഇങ്ങനെ സങ്കല്പിക്കുക: നിങ്ങൾ ഒരു സ്റ്റെൻസിലിലൂടെ ഒരു കടലാസിലേക്ക് ടോർച്ച് അടിക്കുന്നു. സ്റ്റെൻസിലിലൂടെ വെളിച്ചം കടന്നു പോകുമ്പോൾ കടലാസിൽ രൂപം പതിയും. ഇതുപോലെ എഞ്ചിനീയർമാർ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് ചിപ്പുകളിൽ ട്രാൻസിസ്റ്ററുകളുടെ ചെറിയ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കുന്നു. രൂപങ്ങൾ ചെറുതാകും തോറും കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ ചിപ്പിനകത്ത് ഒതുക്കാൻ കഴിയും. അതുപയോഗിച്ച് ചിപ്പ് കൂടുതൽ വേഗത്തിലാകും, ശക്തിയിലും പ്രവർത്തിക്കും. വർഷങ്ങളായി എഞ്ചിനീയർമാർ ഡീപ്പ് അൾട്രാവയലറ്റ് അഥവാ DUV ലൈറ്റ് എന്ന ഒരുതരം വെളിച്ചമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 193 നാനോമീറ്റർ തരംഗ ദൈർഘ്യമാണ് അതിലുള്ളത്. അതായത് 1 നാനോമീറ്റർ എന്നത് 1 മീറ്ററിൻ്റെ 100 കോടിയിലൊരു അംശമാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് വളരെ ചെറിയ അളവുകളെക്കുറിച്ചാണെന്ന് ആലോചിക്കുക. DUV ലൈറ്റ് ഒരുപാട് കാലം നന്നായി പ്രവർത്തിച്ചെങ്കിലും അതിനൊരു പരിധി എത്തി. പുതിയ ചിപ്പുകൾക്ക് ആവശ്യമായ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർ എക്സ്ട്രീം അൾട്രാവയലറ്റ് അഥവാ EUV ലൈറ്റ് എന്ന പുതിയ തരം വെളിച്ചം കണ്ടെത്താൻ തുടങ്ങി. EUV ലൈറ്റിന് 13.5 നാനോമീറ്റർ തരംഗ ദൈർഘ്യമേ ഉള്ളൂ. ഇത് DUV ലൈറ്റിനേക്കാൾ 10 മടങ്ങ് ചെറുതാണ്. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ വളരെ ചെറിയ രൂപങ്ങൾ ഇതിന് സിലിക്കണിൽ കൊത്തിയുണ്ടാക്കാൻ കഴിയും. കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ ഒരു ചിപ്പിൽ ഒതുക്കാൻ ഇത് സഹായിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്: EUV ലൈറ്റ് ചെറുത് മാത്രമല്ല, ഉപയോഗിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്നാമതായി, EUV ലൈറ്റ് പ്രകൃതിയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ലഭ്യമല്ല. സൂര്യപ്രകാശമോ സാധാരണ ബൾബിൽ നിന്നുള്ള വെളിച്ചമോ പോലെയുള്ള ഒന്നല്ല ഇത്. EUV ലൈറ്റ് ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞർ ലബോറട്ടറിയിൽ അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു. ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിലെ സാഹചര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. അത്രയ്ക്ക് സങ്കീർണമാണ് ഈ പ്രക്രിയ. EUV ലൈറ്റ് വളരെ ശക്തമായിരുന്നതിനാൽ സൂര്യൻ്റെ ഉപരിതലത്തിനേക്കാൾ ചൂടിൽ ഏതെങ്കിലും ചൂടാക്കിയാൽ മാത്രമേ ഇതുണ്ടാക്കാൻ കഴിയൂ. ഉരുകിയ ടിൻ തുള്ളികളിലേക്ക് ഉയർന്ന ഊർജ്ജമുള്ള ലേസർ രശ്മി പതിപ്പിച്ചാൽ ടിൻ ഉരുകി പ്ലാസ്മയായി മാറുമെന്നും അത് EUV ലൈറ്റ് പുറപ്പെടുവിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ ദ്രാവക ലോഹത്തിലേക്ക് ലേസർ രശ്മി പതിപ്പിക്കുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ അത് ഓരോ സെക്കൻഡിലും 70,000 തവണ ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെയാണ് EUV ലൈറ്റ് ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞത്. EUV ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കി എന്ന് കണ്ടെത്തിയതിന് ശേഷം അവർക്ക് മറ്റൊരു പ്രശ്നം കൂടി നേരിടേണ്ടി വന്നു. EUV ലൈറ്റ് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ദിവസവും കാണുന്ന വെളിച്ചം പോലെയല്ല EUV ലൈറ്റ്. സാധാരണയായി കാണുന്ന വസ്തുക്കളായ ഗ്ലാസ്സിലൂടെയോ എയറിലൂടെയോ ഇത് എളുപ്പത്തിൽ കടന്നു പോവുകയില്ല. നിങ്ങളൊരു ജനലിലൂടെ സൂര്യപ്രകാശം കടത്തിവിട്ടാൽ ഗ്ലാസ് വെളിച്ചത്തെ കടത്തിവിടും. എന്നാൽ EUV ലൈറ്റ് അതേ ഗ്ലാസ്സിലൂടെ കടത്തിവിട്ടാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടും. ഗ്ലാസ്സിന് കാരണം ഒട്ടുമിക്കവും കടന്നു പോവുകയുമില്ല. ഇതിനർത്ഥം പരമ്പരാഗത ലെൻസുകളോ വസ്തുക്കളോ ഉപയോഗിച്ച് വെളിച്ചത്തെ ചിപ്പിലേക്ക് നയിക്കാനോ ഫോക്കസ് ചെയ്യിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. ഇതിന് പകരം EUV ലൈറ്റിനെ കൈകാര്യം ചെയ്യാൻ അവർ ഒരു പുതിയ വഴി തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു.
പ്രശ്നപരിഹാരത്തിനായി പ്രത്യേക ഇനം കണ്ണാടികൾ ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ പ്രത്യേകതരം കണ്ണാടികൾ. ഈ കണ്ണാടികൾ UV ലൈറ്റിനെ ആഗിരണം ചെയ്യാതെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടിയിരുന്നു. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ കണ്ണാടികൾ ഉപയോഗിക്കാൻ കഴിയുകയുമില്ല. കാരണം ഈ കണ്ണാടികൾ UV ലൈറ്റിനെ ആഗിരണം ചെയ്യാതെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടി വന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർ പ്രത്യേക വസ്തുക്കൾ കൊണ്ടാണ് ഗ്ലാസുകൾ നിർമ്മിച്ചത്. വളരെ കനം കുറഞ്ഞ പാളിയിൽ ചേർത്ത കണ്ണാടികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഈ കണ്ണാടികൾ അതിശയകരമായിട്ടുള്ള മിനുസത്തിൽ മിനുക്കിയെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരാറ്റത്തേക്കാൾ ചെറിയ കുഴി പോലും ഉണ്ടെങ്കിൽ അത് റിഫ്ലക്ഷനെ തകരാറിലാക്കും എന്ന് ഗവേഷകർക്ക് അറിയാമായിരുന്നു. ഈ കണ്ണാടികൾ എത്രത്തോളം മിനുസമായിരിക്കണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. UV ലൈറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഈ കണ്ണാടികൾ ഉപയോഗിച്ച് സിലിക്കൺ വേഫർ, അതായത് ചിപ്പ് ഉണ്ടാക്കുന്ന നേരിയ വസ്തു, അതിലേക്ക് എത്തിക്കണം. UV ലൈറ്റിന് വായുവിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം വായു അതിനെ ആഗിരണം ചെയ്യും. അതുകൊണ്ട് ഈ പ്രക്രിയ മുഴുവൻ വായുവില്ലാത്ത ഒരു ശൂന്യ സ്ഥലത്താണ് ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെയുള്ള ഒരു ശൂന്യമായ അന്തരീക്ഷം നിലനിർത്തുന്ന ഒരു യന്ത്രം ഉണ്ടാക്കിയെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. വായു അകത്തേക്ക് കടക്കാത്ത രീതിയിലുള്ള അടപ്പുകളും UV ലൈറ്റിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള അത്യാധുനിക എഞ്ചിനീയറിങ്ങും ഇവിടെ ആവശ്യമായിരുന്നു. ഒരു UV മെഷീൻ്റെ വലിപ്പം ആർക്കും ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഓരോ യൂണിറ്റും ഒരു ബസ്സിൻ്റെ അത്ര വലിപ്പമുണ്ട്. 180 ടണ്ണിലധികം ഭാരമുണ്ട്. കൂടാതെ 1,00,000-ലധികം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് നിർമ്മിക്കാൻ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് എഞ്ചിനീയർമാരുടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റുകളുടെയും സഹകരണം ആവശ്യമായി വന്നു. അസംബ്ലി പ്രക്രിയ വരെ സങ്കീർണമായതിനാൽ ഓരോ മെഷീനും പൂർത്തിയാക്കാൻ 1 വർഷത്തിലധികം എടുക്കും. എന്നിരുന്നാലും വലിയ സങ്കീർണതയും ചെലവുകളും ഉണ്ടായിരുന്നിട്ടും UV സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ മൂലം അത് കണ്ടെത്താൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു. 7 നാനോമീറ്ററോ അതിൽ കുറവോ അളവിൽ പാറ്റേണുകളെ കൊത്തിവയ്ക്കാൻ ചിപ്പ് നിർമ്മാതാക്കളെ ഈ UV മെഷീനുകൾ സഹായിക്കുന്നു. ഇത് വേഗതയേറിയതും ഊർജ്ജക്ഷമതയേറിയതും കൂടുതൽ കമ്പ്യൂട്ടേഷണൽ ജോലികൾ ചെയ്യാൻ കഴിയുന്നതുമായ പ്രോസസ്സറുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ASMLനെ സംബന്ധിച്ചിടത്തോളം UV ലിത്തോഗ്രഫി വാണിജ്യവൽക്കരിക്കാനുള്ള യാത്ര തിരിച്ചടികൾ നിറഞ്ഞതായിരുന്നു. ആദ്യകാലം പ്രോട്ടോടൈപ്പുകൾ വിശ്വസനീയമായിരുന്നില്ല. ഗവേഷണത്തിനും വികസനത്തിനുമായി കമ്പനികൾ കോടികൾ ചെലവഴിച്ചു, കോടിക്കണക്കിന് ഡോളർ. UV ഒരു പ്രായോഗിക സാങ്കേതിക വിദ്യയായി മാറുമോ എന്ന സംശയം തോന്നിയവരുണ്ടായിരുന്നു. എന്നാൽ ASMLൻ്റെ നേതൃത്വം ഉറച്ചുനിന്നു. ഈ പദ്ധതി നിലനിർത്താൻ ധനസഹായം നേടുകയും തന്ത്രപരമായ പങ്കാളിത്തം രൂപീകരിക്കുകയും ചെയ്തു. ഇന്റൽ, TSMC, സാംസങ് പോലെയുള്ള പ്രധാന സെമി കണ്ടക്ടർ കമ്പനികളെ നിക്ഷേപകരാക്കാൻ ക്ഷണിച്ചത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്നായിരുന്നു. ഈ കമ്പനികൾ സാമ്പത്തിക സഹായം മാത്രമല്ല നൽകിയത്, ASMLൻ്റെ രൂപകൽപ്പനകളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിലപ്പെട്ട ഫീഡ്ബാക്കുകളും നൽകി. ഏകദേശം 30 വർഷത്തെ പരിശ്രമത്തിനും $9 ബില്യൺ നിക്ഷേപത്തിനും ശേഷമാണ് ASML സത്യത്തിൽ ഒടുവിൽ ഒരു മുന്നേറ്റം നടത്തുന്നത്. 2016 ആദ്യത്തെ വാണിജ്യ UV മെഷീനുകൾ ഉൽപ്പാദന നിരയിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഒരു വഴിത്തിരിവായി. ASMLൻ്റെ UV മെഷീനുകളുടെ സ്വാധീനം പെട്ടെന്നുള്ളതും ഡീപ്പായിട്ടുള്ളതുമായിരുന്നു. TSMC, സാംസങ് പോലെയുള്ള മുൻനിര ചിപ്പ് നിർമ്മാതാക്കൾ ഈ സാങ്കേതിക വിദ്യ വേഗത്തിൽ അഡോപ്റ്റ് ചെയ്യുകയും ആപ്പിൾ, NVIDIA, AMD തുടങ്ങിയ കമ്പനികൾക്കായി അത്യാധുനിക പ്രോസസ്സറുകൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തു. UV ലിത്തോഗ്രഫി ഉപയോഗിച്ച് ഐഫോണിൻ്റെയും PlayStation 5ൻ്റെയും ChatGPTയുടെയും ഒക്കെ തന്നെ നൂതന AI മോഡലുകൾക്ക് ശക്തി പകരാനുള്ള ചിപ്പുകൾ TSMCക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. 2020 ആയപ്പോഴേക്കും ASML $800 ബില്യൺ അർദ്ധചാലക വ്യവസായത്തിൻ്റെ നെടുംതൂണായി മാറി. ഓരോ UV മെഷീനും $150 മില്യൺ വിലയുണ്ടായിരുന്നു. ആവശ്യക്കാർ വിതരണം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ASML യൂറോപ്പിലെ ഏറ്റവും മൂല്യമുള്ള ടെക് കമ്പനിയാണ്. $300 ബില്യൺ വിപണി മൂലധനം അവർക്കുണ്ട്. എന്നാൽ ASMLൻ്റെ സ്വാധീനം അതിൻ്റെ സാമ്പത്തിക വിജയത്തിനപ്പുറം വ്യാപിക്കുന്നു. ആധുനിക ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളിലും കമ്പനിയുടെ സാങ്കേതിക വിദ്യ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം UV ലിത്തോഗ്രഫി ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ASML 21ാം നൂറ്റാണ്ടിലേക്ക് മൂർ നിയമം ഫലപ്രദമായി വ്യാപിപ്പിച്ചു. ഒരു ദശാബ്ദം മുമ്പ് അസാധ്യമെന്ന് തോന്നിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഇത് വഴിതെളിച്ചു. കമ്പനി ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ASML അടുത്ത തലമുറയിലെ ലിത്തോഗ്രഫി സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇത് ഹൈ NA EUV എന്നറിയപ്പെടുന്നു. ഇത് കൂടുതൽ ചെറിയ ട്രാൻസിസ്റ്ററുകളും കൂടുതൽ കമ്പ്യൂട്ടേഷണൽ ശേഷിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ASMLൻ്റെ ആധിപത്യം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. സെമി കണ്ടക്ടർ വ്യവസായം ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാങ്കേതിക മത്സരത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ദേശീയ സുരക്ഷയെയും സാങ്കേതിക മത്സരത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ചൈനീസ് കമ്പനികൾക്ക് EUV മെഷീനുകൾ വിൽക്കുന്നതിൽ നിന്നും ASMLനെ തടയാൻ US കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ASMLനെ ഒരു നിർണായക സ്ഥാനത്തെത്തിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു നിഷ്പക്ഷ വിതരണക്കാരൻ എന്ന നിലയ്ക്ക് തങ്ങളുടെ പങ്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട് ASMLന്.
അവസാനമായി ASMLൻ്റെ കഥ മനുഷ്യൻ്റെ കഴിവിനെയും ഉത്സാഹത്തിൻ്റെയും സാക്ഷ്യമാണ്. ഏത് പ്രശ്നത്തെയും തളരാതെ മുന്നോട്ട് പോയ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഥയാണ്. ഓരോ EUV മെഷീൻ്റെയും പിന്നിൽ ആയിരക്കണക്കിന് വ്യക്തികളുടെ ദശാബ്ദങ്ങളായ കഠിനാധ്വാനമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്ന് പരിഹരിക്കാൻ അവർ സ്വയം സമർപ്പിച്ചു. അവരുടെ ജോലി സെമി കണ്ടക്ടർ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല, ഒരു പുതിയ തലമുറയിലെ കണ്ടുപിടുത്തക്കാർക്ക് പ്രചോദനമാവുകയും ചെയ്തു.